Okay, brother. Good afternoon. Okay, Diana. Okay, Adira Anand. Yes. Let us start. Okay. Good afternoon, Absilafi. Let us start. Okay. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഹാസ് ഹാവ് വെച്ച് ഉപയോഗിച്ച് വരുന്ന പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു ഇമ്മീഡിയറ്റ് പസ്റ്റ് ആണ്, ജസ്റ്റ് ഹാപ്പൻഡ് എന്ന് പറയുന്ന അർത്ഥത്തിലാണ് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ആ പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3 എന്ന് പറയുന്ന ഫോം ഉപയോഗിക്കുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി നിർത്തിയത് പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു they have gone, you have gone, she has gone, it has moved. അങ്ങനെയുള്ള വാചകങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള വാചകങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അപ്പൊ ഇന്ന് അതിൻ്റെ അകത്ത് തന്നെ വരുന്ന രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു സംഗതിയിലേക്ക് പോകാം. അപ്പൊ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ. നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ പറയുമ്പോൾ, അതായത് ഞാൻ പോയി കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് പോയി കഴിഞ്ഞിട്ടില്ല, എടുത്തു കഴിഞ്ഞിട്ടില്ല, അതിന് നെഗറ്റീവായ വാചകങ്ങൾ പറയേണ്ടി വരുമ്പോൾ ഈ ഹാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് എന്നുകൂടി ചേർത്ത്, ഒരു നോട്ട് എന്നുകൂടി ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? പ്രസന്റ് പെർഫെക്റ്റിന്റെ നെഗറ്റീവ് ടൈപ്പുള്ള വാചകമായിട്ട് മാറും. നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഐ ഹാവ് സ്റ്റഡീഡ് എന്നുള്ളതിന് നമുക്ക് പഠിച്ചിട്ടില്ല എങ്കിൽ ഐ ഹാവ് നോട്ട് സ്റ്റഡീഡ്, ഒരു നോട്ട് ചേർത്താൽ മതി. യു ഹാവ് നോട്ട് കം, നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടില്ല, യു ഹാവ് നോട്ട് കം. അത് നമുക്ക് വേറെ എന്താ പറയാം, ഷീ ഹാസ് നോട്ട് ഗോൺ, ഷീ ഹാസ് നോട്ട് ഗോൺ, പോയി കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഒരു നെഗറ്റീവ് വാചകം എഴുതാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് ചേർക്കുന്നു, നോട്ട് എന്ന് ചേർക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. ഇതിനെയാണ് പ്രസന്റ് പെർഫെക്റ്റിന്റെ നെഗറ്റീവ് ടൈപ്പ് സെന്റൻസ് എന്ന് പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റിന്റെ നെഗറ്റീവ് ടൈപ്പ്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ വാചകങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ എഴുതുകയും ചെയ്ത് സബ്ജക്റ്റ് വേണം, ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം,
അത് കഴിഞ്ഞതിന് ശേഷം നോട്ട് കൂടി വേണം. നോട്ട് പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ നോട്ട് എന്നോട്ടി, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. I have not taken, you have not seen. Yes. സബ്ജക്റ്റും ഹാസ് അല്ലെങ്കിൽ ഹാവ് പിന്നെ ഒരു നോട്ട് ചേർത്തിട്ട്. യെസ്, ആരെങ്കിലും? സബ്ജക്റ്റ് മനസ്സിലായില്ല, ഞാൻ ഇപ്പൊ കയറിയതേ ഉള്ളൂ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാവിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസോ ഹാവോ കഴിഞ്ഞിട്ട് ഒരു നോട്ട് എന്നുകൂടി ചേർത്ത്, ഒരു നോട്ട് എന്നുകൂടി ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായി, അതിന്റെ നെഗറ്റീവ് ടൈപ്പ് വാചകങ്ങളായി. ഷീ ഹാസ് നോട്ട് ഗോൺ, ദേ ഹാവ് നോട്ട് ഗോൺ. ഓക്കെ, അപ്പൊ രഞ്ജിത പറയുന്നു ഐ ഹാവ് നോട്ട് ഗോൺ ടു സ്കൂൾ. ഡയന പറയുന്നു ഐ ഹാവ് നോട്ട് ഡൺ മൈ ഹോംവർക്ക്. രണ്ട് കറക്റ്റ്. ഹാസോ ഹാവോ കഴിഞ്ഞിട്ട് ഒരു നോട്ട് കൂടി ചേർത്ത് നമ്മൾ പറയുന്നു. ഐ ഹാവ് നോട്ട് ഡൺ ഹോംവർക്ക്, യു ഹാവ് നോട്ട് ഗോൺ ദയർ. They doesn't have house. They doesn't have house. അപ്പൊ ഹാവ് നോട്ട് വന്നില്ല. ഹാവ് നോട്ട്, ഹാവ് കഴിഞ്ഞിട്ട് നോട്ട് വരുന്ന വാചകം. അത് കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിളും വല്ല. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഐ ഹാവ് മിസ്റ്റേക്കൻ, മിസ്റ്റേക്ക് എന്ന് പറയുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് മിസ്റ്റേക്കൻ. ഐ ഹാവ് മിസ്റ്റേക്കൻ യു. അതിന് നെഗറ്റീവ് പറയുമ്പോൾ ഹാവ് കഴിഞ്ഞു, വെറുപ്പിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മിസ്റ്റേക്കിന് വന്നു. ഈ അതിന്റെ ഒരു നെഗറ്റീവ് വാചകം പറയുമ്പോൾ ആ ഹാവ് കഴിഞ്ഞിട്ട് നോട്ട് ചെയ്ത് എന്ത് വരും? ഐ ഹാവ് നോട്ട് മിസ്റ്റേക്കൻ യു, ഐ ഹാവ് നോട്ട് മിസ്റ്റേക്കൻ യു. അതുപോലുള്ള പ്രസന്റ് പെർഫെക്റ്റിന്റെ വാചകങ്ങൾ. യെസ്, ഇവിടെ ഞാൻ പറയുന്നു ഐ ഹാവ് നോട്ട് പ്രിപ്പയർഡ് ലഞ്ച്. കറക്റ്റ് ആണ്, ഐ ഹാവ് നോട്ട് പ്രിപ്പയർഡ് ലഞ്ച്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോ നമുക്ക് പറഞ്ഞു വന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ നെഗറ്റീവ് ടൈപ്പ് വാചകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹാസോ ഹാവോ കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് എന്നുകൂടി ചേർത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ ഇൻട്രോഗേറ്റീവ് ആയിട്ടുള്ള, ഇതിന് നെഗറ്റീവ് അല്ല ക്വസ്റ്റ്യൻ മോഡുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവോ, അത് ആദ്യം പറയും. ഹാസോ ഹാവോ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ടേൺസ് ഇൻടു എ ക്വസ്റ്റ്യൻ. എന്തായിട്ട് മാറുന്നു? അത് ഒരു ചോദ്യമായിട്ട് മാറുന്നു. എക്സാമ്പിൾ പറയാം. ഹാവ് യു ഗോൺ, നീ പോയി കഴിഞ്ഞു. ഹാവ് യു ഗോൺ, ക്വസ്റ്റ്യൻ മാർക്ക്. ഹാസ് ഷീ ഫിനിഷ്ഡ്, അവൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഹാസ് ഷീ ഫിനിഷ്ഡ്. ഹാവ് യു പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്? ഡയാന, കറക്റ്റ് ആണ്. ഹാവ് യു പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്? കറക്റ്റ് ആണ്. യെസ്, അപ്പൊ അതുപോലെ ഹാസോ ഹാവോ ആദ്യം വന്നു കഴിഞ്ഞാല് ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഒരു ചോദ്യമായിട്ട് അത് മാറുന്നു. അതായത് നിങ്ങൾക്ക് ചോദിക്കാവുന്ന, ഹാവ് വെച്ച് ചോദിക്കാവുന്ന ഏതെങ്കിലും, അല്ലെങ്കിൽ ഹാസ് ആദ്യം വന്ന് ചോദിക്കാവുന്ന എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് പറഞ്ഞേ. Have they gone? Have they gone? Correct ആണ്. Have they gone? Okay, 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 okay. അല്ലെങ്കിൽ ഹാസ് വെച്ച് പറയും ഹാസ് ഷീ.
ഹാസ് ഹി. അപ്പൊ ഡയന പറയുന്നു ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ് ഡയന. ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്? നിന്റെ ജോലി പൂർത്തിയാക്കി കഴിഞ്ഞോ? ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്? യെസ്. Have you meet him? ഹാവ് യു മീറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് പഠിച്ചിട്ടുള്ള പറയണം. മെറ്റ്. Have you met? മെറ്റ് ഹിം. You met him? ഹാവ് യു മെറ്റ് ഹിം? ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ഹാവ് യു മെറ്റ് ഹിം? ഡയന പറയുന്നു ഹാസ് ഹി സ്റ്റഡീഡ് ഫോർ എക്സാമിനേഷൻ? കറക്റ്റ് ആണ്. യെസ്. ഇനി ആർക്കെങ്കിലും ഹാവ് ആദ്യം വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ? യെസ്. ഓക്കെ. അപ്പൊ ഡയന പിന്നെ പറയുന്നത് ഹാവ് യു സീൻ ദിസ് മൂവി? കറക്റ്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ ഇട്ടേക്കാം. യെസ്. ഹാവ് യു സീൻ ദിസ് മൂവി? ശരിയാണ്. ഹാവ് യു സീൻ ദിസ് മൂവി? ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പൊ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ്. അപ്പൊ ആ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഫിനിഷ് ചെയ്യാം. അതായത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിച്ചു. ആ സൂചിപ്പിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് നെഗറ്റീവ് ടൈപ്പ് എഴുതുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് എന്ന് കൂടി ചേർക്കുക. അത് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുമ്പോൾ ഹാസോ അല്ലെങ്കിൽ ഹാവോ ആദ്യം പറയുക. ഇത്രയുമാണ് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. അപ്പോ ഡയാന, നമ്മള് ഐ ഹാവ് എന്ന് പറയുന്ന ഒരു 10 വാചകം പറഞ്ഞതല്ല നമ്മള്? പറഞ്ഞായിരുന്നു. ഐ ഹാവ് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ? ഇല്ല, ഐ ഹാവ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് വെച്ച് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഡയാന തന്നെ വരുന്നു. ഇപ്പൊ നമുക്ക് ഐ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഞാൻ വിളിക്കാം. ഐ ഹാവ് എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കുണ്ട്. ഐ ഹാവ്. ഐ ഹാവ് എ കാർ. ഐ ഹാവ് എ ഫ്രിഡ്ജ്. ഐ ഹാവ് ആൻ അംബ്രല്ല. അങ്ങനെ നമുക്ക് ഉള്ളതൊക്കെ നമുക്ക് ഐ ഹാവ് വെച്ച് പറയാം. ഉള്ള എല്ലാ കാര്യങ്ങളും ഐ ഹാവ്. ഇനി നമുക്ക് ഇല്ലാതിരിക്കുന്ന കാര്യങ്ങൾ, പക്ഷെ ഭാവിയിൽ നമ്മൾ വാങ്ങണമെന്നോ ഭാവിയിൽ നമുക്ക് ഉണ്ടാകണമെന്നോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് പറയുമ്പോൾ ഐ ഡോണ്ട് ഹാവ് എന്ന് പറയും. ഐ ഡോണ്ട് ഹാവ്. ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കില്ല. അപ്പൊ ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞിട്ട് നമുക്കില്ലാത്തത് എന്താണെന്ന് പറയാം. ഐ ഡോണ്ട് ഹാവ് എ സ്കൂട്ടർ. എനിക്കൊരു സ്കൂട്ടർ ഇല്ല. ഐ ഡോണ്ട് ഹാവ് റെഡ് സാരി. എനിക്ക് ചുവന്ന സാരി ഇല്ല. ഐ ഡോണ്ട് ഹാവ് റെഡ് സാരി. അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് മോഡേൺ ഡ്രസ്. പുതിയ മോഡലുള്ള ഡ്രസ്സുകളില്ല. ഐ ഡോണ്ട് ഹാവ് എ ടി വി. ഐ ഡോണ്ട് ഹാവ് എ പെറ്റ്. ഓക്കെ, അങ്ങനെ ഡയാനയുടെ ലൈഫിലോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇല്ല എന്ന് തോന്നിയിട്ടുള്ളതും പുറത്ത് പറയാവുന്നതുമായിട്ടുള്ള ഒരു 5 ഐറ്റംസ് ഫോണിൽ അയച്ചിട്ടുണ്ട്. സോറി സർ. ശരി. ഉപയോഗിക്കാൻ പറ്റുമോ പാസ്പോർട്ടായിട്ട്? ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഡയാന പറഞ്ഞോളൂ. 5 ഐറ്റംസ് ഡയാനക്ക് ഇല്ല എന്ന് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഡയാനയുടെ കിച്ചണിലോട്ടോ അല്ലെങ്കിൽ വീട്ടിലോട്ടോ നോക്കി കഴിയുമ്പോൾ ഇല്ല എന്ന് തോന്നിയിട്ടുള്ളത് 5 ഐറ്റംസിന്റെ പേര്. ഐ ഹാവ്, നോ, ഐ ഡോണ്ട് ഹാവ്, ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള പേര് പറയും. ഡയാന. 5 ഐറ്റം. I don't have a cat. I don't have a cat. Okay, okay, correct. അപ്പൊ ഹാവ് നമ്മൾ പഠിച്ചു. ഹാവ്, ഐ ഡോണ്ട് ഹാവ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് എ കാറ്റ്. അടുത്തത്
ഇത് ഉള്ളതാണോ ഒരു സെന്റൻസ് നമുക്ക് കിട്ടിയാൽ മതി. I don't have a blue dress. I don't have blue dress. Okay. നമുക്ക് പറയാം I don't have long hair, അല്ലെങ്കിൽ I don't have a short hair. ഇഷ്ടംപോലെ ഐറ്റംസ് എടുക്കല്ലേ? I don't have. ആലോചിച്ചോ, കിട്ടും. 5 ഐറ്റം I don't have. 2 പറഞ്ഞിട്ടുണ്ട്, 3 പറഞ്ഞാൽ മതി. ഓരോരുത്തര് ആലോചിച്ച് വെക്കുക. I don't have. എപ്പോഴെങ്കിലും വേണം എന്ന് പിന്നീട് വാങ്ങാമെന്ന് വെച്ചിട്ടുള്ള സംഗതി ഉണ്ടാവില്ലേ? അത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയി. I don't have. I don't have a big house. നമുക്ക് പറയാം I don't have a big house. I don't have a, നമുക്ക് ഉള്ള കാറ് മാറ്റി വേറൊരു കാറിന് പറയാം I don't have a red car. Red car. ചുവന്ന കാർ ഇല്ല. I don't have a red car. യെസ്. അല്ലെങ്കിൽ കാറിന്റെ കമ്പനിയുടെ പേര് മാറ്റാം. ആ കമ്പനിയിൽപ്പെട്ട കാർ എനിക്കില്ല. I don't have a Maruti Dzire. യെസ്. ഒന്നോട് പറയാം I don't have a Afsala, I don't have a new scooty. ശരിയാണ് അഫ്സല, കറക്റ്റ് ആണ്. I don't have a new scooty. സ്കൂട്ടി ഉണ്ട്, പക്ഷെ പുതിയ സ്കൂട്ടി ഇല്ല. യെസ്. ഓക്കെ ഡയാന, കുഴപ്പമില്ല, നാലെണ്ണം പറഞ്ഞല്ലോ. ഡയാനോട് ആദ്യം ചോദിച്ചു. അപ്പൊ ഡയാനക്ക് ആലോചിക്കാനും ചിന്തിക്കാനുള്ള സമയം കിട്ടി കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഡയാനക്ക് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ടെബിൾ അവിടെ വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്നുകൂടി ആലോചിച്ചു. 5 റെഡി ആയിട്ട് വേറെ വെച്ചു. ഓക്കെ 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 ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. റീനക്ക് പറയാമോ ഒരു 5 ഐറ്റം? പറഞ്ഞോളൂ പറഞ്ഞോളൂ. I don't have enough money. Correct. I don't have enough money. I have money, but I don't have enough money. Okay. I don't have a modern house. I don't have a modern house. Okay. I don't have a younger brother. Very good. അത് ഡയറക്റ്റ് സൂചിപ്പിക്കാൻ ബ്രദറോ സിസ്റ്ററോ. I don't have a younger brother. Okay. I don't have a parents. I don't have parents. I don't have a long hair. I don't have long hair. Okay, Reena, very good, very good. Okay, okay. ഇതെല്ലാം ഉണ്ടാവും കേട്ടോ. Don't worry. അല്ലെ പാരന്റ്സ് എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. Yes. Okay, ready. Don't worry. Okay, okay, okay. Thank you. Okay, okay. Yes. Okay, okay. Yes. ആതിര ആനന്ദ്. ആതിര ആനന്ദ്. I don't have. എന്ന് പറഞ്ഞ അതിന്റെ 5 ഐറ്റംസിന്റെ പേര്. I don't have. Yes. Litty. I don't have. I don't have. നമുക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള. Yes. I don't have an iPhone. Okay, correct. I don't have an iPhone. Okay. I don't have a Jeep. I don't have a Jeep. Okay. I don't have a blue color churidar. I don't have a blue color churidar. അവിടെ ഡയറക്റ്റ് വന്നപ്പോഴും ബ്ലൂ ഇല്ലെന്നാണ് പറഞ്ഞത്. Okay. Yes. I don't have a red bag. Okay. I don't have an Apple laptop. I don't have an Apple laptop. Okay, legit. Very good. Okay. Aishwarya Chitra. I don't have. I have. I don't have. Okay, I don't have the 5 items in the page. I don't have a Mini Cooper. I don't have a Mini Cooper. I don't have a diamond necklace.
I don't have diamond necklace. I don't have a new phone. I don't have new phone. I don't have long hair. I don't have long hair. I don't have any pets. I don't have any pets. Okay, very good, Aishwarya. Very good, very good. ചുറ്റും നോക്കിയപ്പോ അല്ലെങ്കിൽ ജീവിതത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഐശ്വര്യ പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലെ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മേരി സ്റ്റെല്ല മിരാൻഡ. സൗണ്ടില്ല സാർ, പനിയാണ്. Okay, okay, okay. Relax, relax, relax. Okay, 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 okay. Relax. Okay, okay. Vimal Raj. Vimal Raj. I don't have. Sir, പറഞ്ഞോളൂ വിമൽ രാജ്. I don't have ഒരു 5 ഐറ്റം പറഞ്ഞു. I don't have shoe. I don't have shoe. I don't have watch. Watch. I don't have watch. I don't have car. I don't have car. I don't have pet. I don't have pet. I don't have modern dress. Okay, okay, Vimal Raj. Very good, very good. I don't have modern dress. Okay, okay, okay. Very good. Thank you, sir. Ranjita Sharon. Ranjita Sharon. Yes, sir. പറയാമോ? I don't have ഒരു 5 ഐറ്റം. I don't have an umbrella. പറഞ്ഞു. I don't have a tiffin box. I don't have a tiffin box. Okay. I don't have a bicycle. I don't have a bicycle. Okay. I don't have a new car. I don't have a new car. Okay. I don't have a sister. I don't have a sister. Okay. I don't have a mango tree. I don't have a Mango tree. mango tree. I don't have a mango tree. Okay, okay. Ranjita, very good, very good, very good. Okay, okay, okay. I don't have. നമുക്കില്ല എന്നുള്ള സംഗതി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ don't have എന്ന് പറയുന്നു. ഉണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് have എന്ന് പറയുന്നു. ഓക്കെ. സൗമ്യ ശ്രീകുമാർ. സൗമ്യ ശ്രീകുമാർ. Yes. I don't have. Martin. Martin. Yes, sir. Okay, പറയൂ. I don't have വെച്ചിട്ട് ഒരു 5 വാചകം പറയാൻ പറ്റും നോക്കി. Okay. I don't have a car. Okay. I don't have a bus. I don't have a bus. Okay, car, bus. Okay. I don't have a aeroplane. I don't have an aeroplane. I don't have a ship. Okay, I don't have a ship. I don't have a supermarket. I don't have a supermarket. ബാക്കിയുള്ളതെല്ലാം വന്നിട്ട് ഒരെണ്ണം വന്നിട്ട് സൂപ്പർ മാർക്കറ്റ് ആയല്ലേ? Okay, very good, very good, very good. Okay, 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 okay. I don't have. നമ്മളില്ല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് don't have. വിസ്മയ വാസുദേവ് പറയാമോ? വിസ്മയ വാസുദേവ്. I don't have. വിസ്മയ. I don't have. Yes. Okay, okay. Afsal Afi. Afsal Afi. I don't have. Yes. Ini Fahim. Sir, ഒന്ന് പറഞ്ഞേ. I don't have വെച്ചിട്ട്. I don't have a variety bed. Okay. I don't have a oven. I don't have a oven. Okay. I don't have a long hair. I don't have long hair. Okay. I don't have a big tree. I don't have a big tree. One more. I don't have a beautiful house. I don't have a beautiful house. Okay, Fahim. Okay. Very good, very good. Okay, correct ആണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ. Very good. Shishira TS. Shishira. Sir, പറഞ്ഞോളൂ ശിശിര.
I don't have a new scooty. I don't have a new scooty. I don't have a sari. I don't have a sari. I don't have a big house. I don't have a big house. I don't have laptop. I don't have laptop. I don't have beautiful garden. I don't have beautiful garden. അപ്പോ മേരി സ്റ്റെല്ല പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലും എഴുതിയിട്ടുണ്ട് ഐ ഡോണ്ട് ഹാവ് ബാഡ് ഹാബിറ്റ്. ഓക്കെ 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 കറക്റ്റ് ആണ്. ഓക്കെ 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 യെസ്. ഇനി ആർക്ക് നേരത്തെ പറഞ്ഞതായിരിക്കാം എന്നിരിക്കും കൂടി ഒരു പ്രാവശ്യം കൂടി പറയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഐ ഡോണ്ട് ഹാവ് വാട്ട്? ഐ ഡോണ്ട് ഹാവ്. യെസ്, ഐ ഡോണ്ട് ഹാവ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ ഡോണ്ട് ഹാവ് ഉപയോഗിക്കുക. ഇനി അപ്പൊ നിങ്ങൾ ആ രണ്ട് കാര്യങ്ങളും മറന്നു പോകും. ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഐ ഹാവ് എന്നും, ഇല്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എന്ന് നമ്മൾ പറയും. ഓക്കെ. I don't have acting. ഐ ഡോണ്ട് ഹാവ് ആക്ടിങ്, അഭിനയിക്കാന്നാണ് ഉദ്ദേശിച്ചത്. Yes. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ ഒരു വാക്കുകൂടി ചേർക്കാം. ഐ ഡോണ്ട് ഹാവ് ആക്ടിങ് കപ്പാസിറ്റി, അല്ലെങ്കിൽ ആക്ടിങ് എബിലിറ്റി. എനിക്ക് അഭിനയിക്കാനുള്ള കഴിവില്ലാതാക്കാം. ഓക്കെ. ഐ ഡോണ്ട് ഹാവ് ആക്ടിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ആക്ടിങ് എബിലിറ്റി. ഓക്കെ 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 യെസ്. ഐശ്വര്യ പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ ബിരിയാണി പോട്ട്. എന്റെ കയ്യിൽ എന്തില്ല? ഒരു ബിരിയാണി പോട്ടില്ല. ഓക്കെ ഐശ്വര്യ, ഇതെല്ലാം വരും. ഒരു പാർപ്പ് നടത്തിക്കോളൂ. ഇതൊക്കെയായിട്ട് ഓരോരുത്തരും വരും. ഓക്കെ 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 യെസ്. അപ്പോ ഓക്കെ ഓക്കെ പുതിയ വീടൊക്കെ വെച്ചിട്ട് ഒരു പല സ്ഥലത്തും പല പേരുകളാണ് പറയുന്നത്. ചില ആളുകൾ പറയും കരകയറി താമസം എന്ന് പറയും, ചില ആളുകൾ പാർപ്പ് എന്ന് പറയും. തൃശ്ശൂർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാല് കുട്ടൂഷ എന്ന് പറയും. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഫാഹിം പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ സിംഗിങ്. ഐ ഡോണ്ട് ഹാവ് എ സിംഗിങ് സോങ്. എൻ്റെ അത് ചെറിയൊരു അപ്പൊ ഐ ഡോണ്ട് ഹാവ് എ സിംഗിങ് പാരറ്റ് എന്ന് പറയാം. അപ്പൊ കറക്റ്റ് ആണ്. ഐ ഹാവ് ഡോണ്ട് ഹാവ് എ സിംഗിങ് പാരറ്റ്. ഓക്കെ 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 ഓക്കെ. I don't have a sling bag. ഐ ഡോണ്ട് ഹാവ് എ സ്ലിം ബാഗ്. ഓക്കെ കറക്റ്റ് ആണ്. യെസ്. ഇനി ഓക്കെ. അപ്പോ അരമണിക്കൂർ നമ്മൾ ടെൻസിനെ കുറിച്ച് പറഞ്ഞു. പ്രസന്റ് ഐശ്വര്യ പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ ഫ്ലാറ്റ്. ഓക്കെ ഡോണ്ട് വറി ഐശ്വര്യ, അതൊക്കെ വരും. ഐ ഡോണ്ട് ഹാവ് എ ഫ്ലാറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അന്ന് വില്ലേജ് ലൈഫ് വേണോ അല്ലെങ്കിൽ സിറ്റി ലൈഫ് വേണോ എന്ന് ചോദിച്ചപ്പോ ഐശ്വര്യ പറഞ്ഞത് വില്ലേജ് ലൈഫ് മതി എന്നല്ലേ? യെസ്. ഇപ്പോൾ പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ ഫ്ലാറ്റ്. എനിക്ക് എന്തില്ല? ഫ്ലാറ്റ് ഇല്ല. ഓക്കെ. ഒരുപക്ഷെ ഉദ്ദേശിച്ചത് വില്ലേജിലുള്ള ഫ്ലാറ്റ് ആയിരിക്കും. ഓക്കെ വെരി ഗുഡ്, റെഡിയാവും. ഇല്ല. ഓക്കെ 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 ശരി ശരി. ഓക്കെ ശരി. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ ഹാസ് ഹാവ് അതാണ് നമ്മൾ പറഞ്ഞത്. അടുത്തൊരു ടെൻസ് നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. വിപിൻ ജോസ്. വിപിൻ ജോസ് പറയാറുള്ളതാണല്ലോ. വിപിൻ ജോസ്. ഓക്കെ. നമുക്ക് ഐ ഹാവ് വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് ഹാവ് വെച്ച് 5 വാചകം പറയുന്നു. ഓരോരുത്തർ പറഞ്ഞു ഐ ഡോണ്ട് ഹാവ് ഫ്രിഡ്ജ്, ഐ ഡോണ്ട് ഹാവ് റെഡ് കാർ, ഇത് കാറില്ല. ഐ ഡോണ്ട് ഹാവ് ഷിപ്പ്. ഓക്കെ. ആദ്യം പറയുന്നു ഐ ഡോണ്ട് ഹാവ് ഓട്ടോറിക്ഷ. അതുപോലെ വിപിൻ ജോസ് നോക്കുമ്പോ വിപിൻ ജോസിന്റെ ജീവിതത്തില് ഇല്ല എന്ന് തോന്നിയിട്ടുള്ള 5 ഐറ്റം ഐ ഡോണ്ട് ഹാവ് വെച്ച് പറയാമോ? അതാണ് ചോദ്യം. I don't have a car. I don't have a car. Okay. I don't have a motorbike. I don't have a motorbike.
ഭാവിയിൽ വേനൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓർത്താൽ മതി. ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് സംഘടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളില്ലേ. ഐ ഡോണ്ട് ഹാവ് എ വൈഫ്, എനിക്ക് എന്തില്ല, ഒരു ഭാര്യയില്ല. ഐ ഡോണ്ട് ഹാവ് എ ലവർ, അത് ഐ ഡോണ്ട് ഹാവ് എ ബെസ്റ്റ് ഫ്രണ്ട്. എടുക്കല്ലേ വാചകങ്ങള്. പറഞ്ഞോളൂ വിവിൻ ജോസ്. രണ്ടെണ്ണം വിവിൻ ജോസ് പറഞ്ഞിട്ടുണ്ട്. യെസ്, എല്ലാം വിവിൻ ജോസിന് ഉണ്ട്. അതുകൊണ്ടാണ് ഇല്ല എന്നുള്ള കാര്യം പറയാനായിട്ടൊരു കണ്ടുപിടിക്കാൻ പറ്റാത്തത് അല്ലേ. യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, പെട്ടെന്ന് പറയുമ്പോൾ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കണ്ടേ. യെസ്, അപ്പോ ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാട്ടോ. ഇനി പിടി പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം. യെസ്, ആരുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വേറൊരു ആക്ടിവിറ്റിയിലോട്ട് പോവുകയാണ്. ഇത് വേറൊന്നുമല്ല, ഞാൻ ഒന്ന് രണ്ട് കുറച്ച് വാചകങ്ങൾ നിങ്ങളോട് പറയുന്നു. ആ വാചകങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം തോന്നുന്ന കാര്യം പറയാം. ഉത്തരമല്ല, അത് ഉത്തരം തന്നെയാണ്, പക്ഷേ അധികം ചിന്തിച്ചു പോകണ്ട. വെൻ യു ഹിയർ ദിസ്, നിങ്ങൾ അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ആ സംഗതിയില്ലേ, ദാറ്റ് വിൽ ബി ദിസ് ആൻസർ. അതായിരിക്കും അതിന്റെ ആൻസർ. അതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അന്വേഷിച്ച് ആലോചിച്ച് പോകേണ്ടതാണ് പറഞ്ഞത്. ഓക്കെ, ചിലപ്പോൾ അതൊരു പ്രോവർബ് ആയിരിക്കും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ഡാഷ് എന്ന് പറയും. അപ്പൊ നിങ്ങൾക്കറിയാം, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ്. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന സംഗതികൾ, ഫസ്റ്റ് മനസ്സിൽ വരുന്ന സംഗതി എന്താണോ അത് മാത്രം പറഞ്ഞാൽ മതി. ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഇറ്റ്സ് ആൻസർ. അതായിരിക്കും ഇതിന്റെ ഉത്തരം. ആദ്യം പറയുന്ന ആളെ നമുക്ക് പരിഗണിക്കാം, ആദ്യം എഴുതുന്ന രണ്ടുപേരെയും നമുക്ക് പരിഗണിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ചോദ്യ നമ്പർ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. എ പിക്ചർ, PICTURE, a picture is worth, WORTH, worth dash. A picture is worth dash. ഒരു പ്രോവർബാണത്. പ്രോവർബ് അല്ല, ഒരു സേയിങ് ആണത്. എ പിക്ചർ ഈസ് വർത്ത് ഡാഷ്. പിക്ചർ, പടം, വർത്ത് മൂല്യമുള്ള. ഓക്കെ ഡയാന, യു ആർ ഇന്റലിജന്റ്. ഓക്കെ 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 ഓക്കെ. ഡയാന ഉണ്ട്. ഡയാന ഓക്കെ, ഡയാനയാണ് കറക്റ്റ് പറഞ്ഞത്. അപ്പൊ ഡയാനക്ക് ഒരു മാർക്ക് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ചോദ്യം ഇതായിരുന്നു, എ പിക്ചർ, ഒരു ചിത്രം എന്ന് പറയുന്നത്, ഈസ് വർത്ത് 1000 വേർഡ്സ്, 1000 വാക്കുകൾക്കൊപ്പം നിൽക്കുന്നതാണ് ഒരു ചിത്രം. അതായത് പീലപ്പിലൂടെയൊക്കെ റോഡിൽ പോകുമ്പോൾ ഒരു കൊച്ചുകുട്ടി ഒരു ബാഗും പിടിച്ചു കൊടുത്ത ചിത്രം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്, അതൊരു ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടെയുള്ള കുട്ടികൾ റോഡിന് കുറുകെ ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡ്രൈവറായ ഞാൻ വാഹനം ഓടിക്കുമ്പോൾ സ്ലോവിൽ ഓടിച്ചു പോകണം. ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുന്നതിനേക്കാളും ബെസ്റ്റ് ആണ് ഒരു ഫോട്ടോ അവിടെ വെക്കുന്നത്. അപ്പൊ എ പിക്ചർ ഈസ് വർത്ത് 1000 വേർഡ്സ്. വെരി ഗുഡ്, കീപ് ഇറ്റ്. ഓക്കെ 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 ഓക്കെ. അതാണ് നിങ്ങളുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് അറിയാൻ മതി. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ്, എവരി ക്ലൗഡ്, CLOUD, മേക്കപ്പ്. Every cloud has a dash. Every cloud has a dash. Every cloud has a okay okay okay. Actually അതല്ല കേട്ടോ, വിങ്സ് അല്ല. വീണ്ടും ഡയാന സ്കോർ ചെയ്തിരിക്കുകയാണ്. കറക്റ്റ് ആണ് ആൻസർ. എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. ഇതാണ് ആ സേയിങ്സ്. അതായത് മേഘങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കതൊരു നെഗറ്റീവാണ്. അത് വെച്ചാൽ ഒരു നെഗറ്റീവ് സംഗതി വിചാരിക്കുക. പക്ഷെ എത്ര നമ്മൾ നെഗറ്റീവ് ആണെങ്കിലും അതിന്റെ ഉള്ളില്
ഒരു പ്രതീക്ഷയുടെ ഒരു കിരണം ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടും വിഷമങ്ങളും എല്ലാം ഉള്ള ജീവിതത്തിന്റെ ഉള്ളിലും അല്ലെങ്കിൽ തളർന്നു പോയി എന്ന് നമ്മൾ തോന്നുമ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് അപ്പോഴും ഒരു സിൽവർ ലൈൻ എവിടെയോ ഉണ്ടാവും. ഇത്രയും മേഘങ്ങളിടയിലും ഒരു സിൽവർ ലൈൻ നമുക്ക് കാണാം. അത് ഇടിമുഴക്കമില്ലാതെ ഇടിമിന്നൽ മാത്രമായിട്ട് മഴക്കാലത്ത് നിങ്ങൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സിൽവർ ലൈൻ പോലെ ഇങ്ങനെ കാണാം. ഓക്കെ 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 അതുകൊണ്ടാണ് പറയുന്നൊരു സെയിങ് ആണ്, എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. ഓരോ മേഘങ്ങൾക്കുള്ളിലും ഒരു വെള്ളിരേഖയുണ്ട്, പ്രതീക്ഷയുടെ ഒരു സംഗതിയുണ്ട്. അപ്പൊ ആ പ്രതീക്ഷപ്പെടുന്ന അങ്ങോട്ടുള്ള ചോദ്യങ്ങളിലും നിങ്ങൾക്ക് എല്ലാവർക്കും വെച്ച് പുലർത്താം. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല എങ്കിലും there is a chance, ഇനിയും ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. It is better, B-E-T-T-L, better to be safe, S-A-F-E, safe. It is better to be safe than dash. It is better to be safe than dash. സോറി. ഓക്കെ, അപ്പൊ അത് 2 പേരുണ്ട്. ഡയാനയും വന്നിട്ടുണ്ട്, റീനയും വന്നിട്ടുണ്ട്. ഡയാന വീണ്ടും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീനയും വന്നിട്ടുണ്ട്. റീന ഇസ് കറക്റ്റ് ആൻസർ. സോറിയാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു എന്താണ് സോറി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ദാൻ സോറി. അതെ, സോറി ഇപ്പൊ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? കൊള്ളാം, നല്ല മനുഷ്യൻ, അവസാനം എന്നോട് വന്ന് ഒരു മാപ്പ് പറഞ്ഞാല്. പക്ഷേ ഇതേ സോറി പറയുന്നത് ഹോസ്പിറ്റലില് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഇറങ്ങി വരുന്ന ഡോക്ടർ നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയണം ഐ ആം സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആള് തട്ടിപ്പോയി എന്നല്ലേ? യെസ്, അങ്ങനെ ചിന്തിക്കുക. അവിടെ സോറി പറയുന്നതിനേക്കാൾ നല്ലത് ടു ബി സേഫ്. എപ്പോഴും എന്തായിരിക്കുക? സേഫ് ആയിരിക്കുക. അപ്പൊ സോറി പറയിപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ് സേഫ് ആയിട്ടിരിക്കുക. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ദാൻ സോറി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് വളരെ സിമ്പിൾ ആണ്. ഒരു പക്ഷെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചോദ്യം ഇതാണ്, നെസസിറ്റി is the mother of dash. Invention. Litty is a correct answer. Diana, correct answer. ഒരാൾക്ക് കൂടി എഴുതാട്ടോ. ലിറ്റി കിട്ടിയിട്ടുണ്ട്. ഇൻവെൻഷൻ സർ. ഇൻവെൻഷൻ. ഓക്കെ ഓക്കെ. ഡയാന. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആൾക്കാർ കുറവായത് കൊണ്ട്, വളരെ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് ആദ്യം പറയുന്ന 2 പേരും ആദ്യം എഴുതുന്ന 2 പേരും, അങ്ങനെ 4 പേരെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. നിങ്ങൾ കേട്ടിട്ടുള്ള സംഗതിയാണ്. അത്യാവശ്യമാണ് കണ്ടുപിടുത്തത്തിന്റെ അമ്മ. ആവശ്യമാണെങ്കിൽ നമ്മളൊന്നും ചെയ്യില്ല, അവിടെ ഇടും, പിന്നെ അവിടെ ഇല്ല. പക്ഷെ ഈ ആവശ്യം എന്നുള്ളത് മാറി അത്യാവശ്യമായി കഴിഞ്ഞാലോ അപ്പൊ നമ്മൾ ചെയ്യും. കാരണം അത് അത്യാവശ്യമാണ്, ആ സമയത്ത് ചെയ്യേണ്ട പറ്റില്ല. യെസ്, അങ്ങനെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ, അത്യാവശ്യപൂർവ്വം നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുന്നതിനെ പറയുന്ന പേരാണ് ദ കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻ ഓഫ് ഇൻവെൻഷൻ. അതിന് പ്രാവർത്തികമാക്കുന്ന രീതിയിൽ വേറെ പേര് പറയാമോ? ദ കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻ ഓഫ് ഇൻവെൻഷൻ. കണ്ടുപിടിച്ച ആ കാര്യം, കണ്ടുപിടിച്ച ഇൻവെൻഷൻ, അത് നടപ്പിലാക്കുന്നതിനെ പറയുന്ന പേരാണ് ഇന്നോവേഷൻ. INNOVAT, innovation. The commercial application of invention is called innovation. Okay. Next question. 5ാമത്തെ ചോദ്യം. വേണമെങ്കിൽ സ്കോർ ബോർഡ് ഞാൻ വെറുതെ പറഞ്ഞേക്കാം. 4 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഡയാന 4 പോയിന്റുകളായിട്ടും റീന 2 പോയിന്റായിട്ടും ലിറ്റി 1 പോയിന്റായിട്ടും നിൽക്കുകയാണ്. യെസ്, അടുത്ത ചോദ്യം ഇതാണ്. Practice makes dash. Practice. A man perfect. Okay, Liti. Makes a man perfect. Okay. Yes, ഇനി ആരും അപ്പൊ ഡയാന വന്നിട്ടുണ്ട്. അപ്പൊ ലിറ്റി ഡയാന അല്ലേ?
ഓക്കെ 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 ഓക്കെ. ലിറ്റി കൊടുത്തിട്ടുണ്ട്, ഡയാന കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ മാൻ എന്നുള്ള വാക്യം പറഞ്ഞിട്ടുണ്ടായില്ല. എന്നാലും അത് മുഴുവനായിട്ട് പറയുമ്പോൾ അത് കറക്റ്റ് ആണ്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ഒരു മനുഷ്യനെ അവരെ പെർഫെക്റ്റ് ആക്കുന്നത് പ്രാക്ടീസ് ആണ്. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ എല്ലാ ദിവസവും ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് തോന്നും അല്ലെ. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. കറക്റ്റ് ആണ്. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. ഓക്കെ ഓക്കെ ലിജി. ഓക്കെ ഡയാന. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് 6ാമത്തെ ചോദ്യം. ഡോണ്ട് കൗണ്ട്, COUNT, കൗണ്ട്. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ്, CHICKENS, ബിഫോർ ഡാഷ്. Don't count your chickens before dash. Don't count your chickens before dash. Before they hatch. They had Oh, okay, 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 okay. Very good, very good. Rita and Diana. Correct. അപ്പൊ റീനക്ക് കൊടുത്തിട്ടുണ്ട്, ഡയാനക്ക് കൊടുത്തിട്ടുണ്ട് ഒരു പോയിന്റ്. ഓക്കെ ഓക്കെ. ഹാച്ച് ആണ്. ഹാച്ച്, HATCH, ബിഫോർ ദ ഹാച്ച്. ഇത് ഹാച്ച് എന്ന് പറഞ്ഞാൽ വിരിയുക എന്നുള്ളതാണ്. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നൊരു സംഗതിയില്ലേ. നമ്മളൊരു കോഴിയെ കൊണ്ടുവന്ന് അട വയ്ക്കുന്നു, എന്നിട്ട് നമ്മൾ സ്വപ്നം കാണുന്നു. എന്താണ് സ്വപ്നം കാണുന്നത്? ഇത്രയും കോഴികൾ വിരിഞ്ഞ് അത്രയും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ ആ കുഞ്ഞുങ്ങൾ വലുതാകുന്നു, അതിന്റെ മുട്ടയിടുന്നു. അപ്പൊ ആദ്യത്തെ മുട്ടകളും രണ്ടാമത് ഇടുന്ന വിരിഞ്ഞ കോഴിയുടെ മുട്ടകളും കൂട്ടിയിട്ട് വീണ്ടും അട വയ്ക്കുന്നു, അത് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ അങ്ങനെ പറയാം. വേണമെങ്കിൽ ഒരു കുഞ്ഞും വേണമെങ്കിൽ വിരിയാതിരിക്കാം. അപ്പൊ അതുകൊണ്ട് പറയണം, ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച്. അപ്പൊ വിരിയുന്നതിന് മുമ്പ് എണ്ണാൻ നിൽക്കരുത്. നമ്മളിങ്ങനെ സ്വപ്നം കാണരുത്. കുറച്ചും കൂടി യാഥാർത്ഥ്യത്തോട് അരികത്തോട്ട് വരട്ടെ, സ്വപ്നം കാണും. ഓക്കെ ഓക്കെ. അടുത്തത് ഒരു പക്ഷെ ചില ആളുകൾക്ക് അനുഭവിച്ചിട്ടുണ്ടാവും. യെസ്, ആബ്സെൻസ്. ചോദ്യം ഇതാണ്. ABSENCE. ആബ്സെൻസ് മേക്സ് heart, HEART, heart grow, GROW, grow dash. Absence makes the heart grow dash. Okay, Diana. You are medical, Diana. Very good. Yes. Ranjita പറഞ്ഞിട്ടുണ്ട്. സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. രഞ്ജിത കറക്റ്റ് ആണ്. ഇനി ആരെങ്കിലും? ഓക്കെ 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 ഓക്കെ. ആതിരയും ആരും പറയാത്ത ഉത്തരം ചിലപ്പോൾ സമയമെടുക്കും ഇത് ടൈപ്പ് ചെയ്ത് വരാൻ വേണ്ടി. അപ്പൊ ആതിരക്ക് ഞാൻ ഒരു പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആതിര, രഞ്ജിത, ഡയാന. ഓക്കെ 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 ഓക്കെ. അതിന്റെ അർത്ഥം പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ആബ്സെൻസ് മേക്സ് ഗ്രോ ഫോണ്ടർ. ഫോണ്ടോ എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം ലൈക്ക് എന്നാണ്. LIKE. I am fond of ice cream. ഐസ്ക്രീം എനിക്ക് ഇഷ്ടമാണ്. I liked ഐസ്ക്രീം എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഫോണ്ട് ഓഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. യെസ്, ഫോണ്ട് ഓഫ്. അതായത് ചില ആളുകളെ കാണാതിരിക്കുമ്പോഴാണ് നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ തിരിച്ചറിയുന്നത്. ഇതാണ് ഈ സംഭവം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പല ആളുകളിൽ പല സന്ദർഭങ്ങളിൽ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഏതെങ്കിലും സന്ദർഭങ്ങളിലൊക്കെ പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ തല്ലുപിടിക്കുന്ന ആളായിരിക്കും. പക്ഷെ കാണാതിരുന്ന് കഴിയുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്, ആ ആൾക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ അയാളെ അല്ലെങ്കിൽ അവളെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നൽ വരും. ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഫോണ്ടർ. അതാണ് കാണാതെ ആകുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത്. ഓക്കെ 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 ഓക്കെ. അതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ യു വിൽ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യങ്ങളൊക്കെ രസകരമായിട്ടുള്ള ചോദ്യങ്ങളല്ലേ? ഉത്തരം പറയാതിരിക്കുന്ന അവർക്ക് വിഷമം തോന്നിയിട്ടുണ്ടാവും അല്ലേ? അത്ര രസമൊന്നും അല്ല. സാധാരണ ചോദിക്കുന്ന ചോദ്യത്തിന് വ്യത്യസ്തമാണ് എന്ന് തോന്നിയിട്ടുണ്ടാവും. ഓക്കെ, എന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ.
ഇത് നിങ്ങൾ നോക്കി വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങളുടെ ചെറിയൊരു സദസ്സൊക്കെ വന്ന സ്ഥലത്ത് അവിടെ ഒന്ന് രണ്ടൊക്കെ ഇറക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ വീട്ടിലുണ്ട് വല്ല റെസിഡൻസ് അസോസിയേഷൻ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചു കുട്ടികളുമായിട്ടൊക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്തോ ഇതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണമൊക്കെ ഒന്ന് ഒന്ന് പൊടി തട്ടിയെടുത്തിട്ട് ഒന്ന് ഇറക്കുക. പിന്നെ കയ്യിൽ നിന്ന് കുറച്ചുകൂടി കൂട്ടിച്ചേർത്തിട്ട് നിങ്ങൾ ഒന്ന് ഇറക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറയാം absence makes the heart grow dash fonder. Next question. Curiosity killed dash. Curiosity killed dash. Saying another. Cat. Cat. It's a very good answer. Cat എന്നുള്ള ഡയാനയും പറഞ്ഞിട്ടുണ്ട്, റീനയും പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ക്യൂരിയോസിറ്റി കിൽ ദ ക്യാറ്റ്, അതാണ് ആ പ്രോവർബ് അല്ലെങ്കിൽ ആ പറയുന്ന സെയിൻസ്. അടുത്തത് ഭയങ്കര സിമ്പിൾ ആണ്, കാരണം അത് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ആളുകൾ പ്രയോഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവാം. ചോദ്യം ഇതാണ്, every dog has a dash. Day. ഓക്കെ ഓക്കെ. അപ്പൊ ലിറ്റി പറഞ്ഞിട്ടുണ്ട്, ഡയാന പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആരാ പറഞ്ഞേ? Day, sir. റീന പറഞ്ഞിട്ടുണ്ട്, ഡയാനയും ഐശ്വര്യമുണ്ട്. അപ്പൊ ലിറ്റി, ഡയാന, ഐശ്വര്യ, പിന്നെ ആരാണ് പറഞ്ഞ? ഒരാളോട് പറഞ്ഞിട്ടില്ല, റീന. ഓക്കെ 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 ഓക്കെ. ഐശ്വര്യ ആൻഡ് റീന. ഓക്കെ ഓക്കെ. ഇത് നമുക്ക് കേട്ടിട്ടുള്ള വാചകങ്ങളും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഇവിടെ എനിക്കുണ്ടാവുന്ന ഒരു ദിവസം എന്ന് പറയില്ലേ, അത് നമ്മൾ കേട്ടു. എവരി ഡോഗ് ഹാസ് എ ഡെയിലി. ഓരോ നായ്ക്കും ഒരു ദിവസം ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെയാണെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മലയാളത്തിൽ പറയും നമ്മുടെ മാവും പൂക്കും എന്ന് പറയില്ലേ, അങ്ങനെ പറയുന്ന രീതിയിൽ. ഓക്കെ 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 ഓക്കെ. എവരി ഡോഗ് ഹാസ് എ ഡെയിലി. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുഡ് തിങ്സ്, GOOD, ഗുഡ് തിങ്സ്, THINGS. ഗുഡ് തിങ്സ് കം ടു ദോസ് ഡാഷ്. ഗുഡ് തിങ്സ്. ഓക്കെ മാർട്ടിൻ, കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. മാർട്ടിൻ ആൻഡ് ഡയാന. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, മാർട്ടിൻ ഡയാനല്ലേ ഉള്ളൂ. മാർട്ടിൻ ഡയാന. ഓക്കെ, വെരി ഗുഡ്. എന്തോ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. ഗുഡ് തിങ്സ് പറയാം. ഗുഡ് തിങ്സ്, നല്ല കാര്യങ്ങൾ, കംസ് സംഭവിക്കുന്നത്, ടു ദോസ് അവർക്കാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്, ആർക്ക്, ഡാഷ്, ഹു വെയിറ്റ്സ്, WAIT, ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവർക്ക്. അതായത് അവസരത്തിന് വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിലേക്കാണ് എപ്പോഴും നല്ല കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദോസ് ഹു വെയിറ്റ്, WAIT, വെയിറ്റ്, കാത്തിരിക്കുക. ഓക്കെ, WAIT, വെയിറ്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ മാർട്ടിനും ഇതിനകത്ത് സ്കോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The grass, GRASS, grass is always greener, GREENER. The grass is always greener dash. The grass is always greener, where you what is? അതല്ല റീന. ഡയാന, once again you proved. Very good, very good, very good. ഡയാന പറഞ്ഞത് ശരിയാണ്. ആതിരയും പറഞ്ഞിട്ടുണ്ട്. ഡയാന ആൻഡ് ആതിര, രഞ്ജിത. ഡയാന, ആതിര, രഞ്ജിത. ഓക്കെ 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 ഓക്കെ. റീന എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത് സർ? ഇതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നോക്കിയേ, അതായത് നമ്മളൊരു വീതിയുള്ള നദിയുടെ ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് നമ്മൾ പച്ചപ്പായിട്ട് നിൽക്കും. പക്ഷെ നമ്മൾ ഈ പുഴ കിടന്ന് അപ്പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോ ഇപ്പുറത്തായിരിക്കും നമുക്ക് പച്ചപ്പ്, അല്ലെ? ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച,
അക്കരെ നിൽക്കുമ്പോഴിക്കരെ പച്ച എന്ന് പറയില്ലേ, ആ ഒരു സംഗതിയാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള സംഗതി കേട്ടോ. അതായത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ദി ഗ്രാസ് ഈസ് ഓൾവേസ് ഗ്രീനർ. കൂടുതൽ പച്ചപ്പ് ഗ്രാസ് നമുക്ക് തോന്നുന്നത് ഓൺ ദ അതർ സൈഡ്, മറ്റേ സൈഡിലാണ്. ഓക്കെ, ഓൺ ദ അതർ സൈഡ്. ഓക്കെ, അടുത്തത് ക്ലീൻലിനെസ്. CLEANLINESS. Cleanliness is next to dash. Godliness. Oh, very good, very good, very good. Apo Reena and Diana. Okay, very good, very good. Reena and Diana. റീനയും ഡയാനും ഒപ്പം പിടിക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ, യെസ്, കറക്റ്റ് ആണ്. അതായത് വൃത്തി ഉണ്ടെങ്കിൽ അതൊരു ദൈവീകത്വത്തിന്റെ ലക്ഷണമാണ്. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാള് വൃത്തിയുള്ള ആളാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? റീനോടാണ് ചോദ്യം. പുതിയൊരാളെ കണ്ടു, പരിചയപ്പെട്ടു. അപ്പൊ അയാൾ വൃത്തിയുള്ള ഒരാളാണോ ഇല്ലയോ എന്നുള്ള കാര്യം അയാളുടെ ശരീരത്തിന്റെ ഏത് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൃത്തിയായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും? ഓക്കെ രഞ്ജിത, കറക്റ്റ്. ഓക്കെ 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 കാലുകൾ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോ ചെളിയിൽ പണിയെടുക്കുന്ന ആൾ കയറി വരുമ്പോ കാലൊന്നും ചെളിയുണ്ടാവും, അതല്ല ഉദ്ദേശിച്ചത്. മുഖം എല്ലാവരും വൃത്തിയാക്കി, കാലും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരില്ലേ, അത് വൃത്തിയല്ല. അത് അങ്ങനെ വൃത്തി എന്ന് പറയുന്നതിനോട് വളരെ ആത്മാർത്ഥമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. മറ്റത് അങ്ങനെയല്ല, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് മുഖം ഒന്ന് കഴിയുന്നതാണ്. മുഖം നല്ല വൃത്തിയായിട്ടുള്ള ഭംഗിയാണ്, കാലുകളിലൊന്നും വൃത്തിയില്ല എങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ വൃത്തി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല. ഇപ്പൊ ഇങ്ങോട്ട് പോരാൻ നേരത്ത് അല്പം സ്പ്രേ അടിച്ചതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. വൃത്തി എന്ന് പറയുന്ന സംഗതി ഉണ്ടെങ്കിൽ വേണ്ട ലുക്ക് ദ ലെഗ്, കാലിലേക്ക് നോക്കിയാൽ മതി. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം വൃത്തിയുള്ള ആളാണോ അല്ലെങ്കിൽ അവള് വൃത്തിയുള്ള ആളാണോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് കുറച്ച് പേര് ഇവിടെ പറഞ്ഞു. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡോണ്ട് ബൈറ്റ്, BITE, bite the hand, HAND. Don't bite the hand, dash. Don't bite the Feed. hand. Okay, Reena. Okay, 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 okay. എഴുതിയതാരുടെയും വരാത്തതുകൊണ്ട് ഡയാനയുടെ വന്നിട്ടുണ്ട്, രഞ്ജിതയുടെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സുഷയുടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡയാന, രഞ്ജിത, ഡയാന, രഞ്ജിത, ശുഷക്ക് തരുന്നുണ്ട്. ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും വന്നേക്കണം. അപ്പൊ ശുഷക്ക് തന്നിട്ടുണ്ട്, റീനെ കൂട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിമ്പിൾ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇത് ഇറക്കാവുന്നതാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു. ഇന്നത്തെ പ്രകടനം നോക്കുമ്പോൾ മാർട്ടിന് ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ശുഷക്ക് ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ഐശ്വര്യക്ക് ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ആതിരക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ലിറ്റിക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, രഞ്ജിതക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, റീനക്ക് 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 7 പോയിന്റ്. 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഡയാനക്ക് 13 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 13. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇന്നത്തെ അല്ലേ, അപ്പൊ ഡയാന നല്ല മാർജിനിലാണ് ഡയാന കയറി പോന്നേക്കുന്നത്. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഇത്രയൊക്കെ ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ PC ടെസ്റ്റ് ഒക്കെ ഇതൊന്നും കയറി പോരാ. കയ്യിൽ സംഗതിയൊക്കെ ഉണ്ടല്ലോ, നമുക്കത് വലിയ കുഴപ്പമില്ലാണ്ടെങ്കിൽ കയറി പോരാ. ഓക്കെ 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 ഓക്കെ, യെസ്. വേറെന്ത്? ഇനിയിപ്പോ 2 മിനിറ്റ് കൂടി ഉണ്ട്.
ഓക്കെ 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 ഓക്കെ. അപ്പൊ ശിക്ഷ പറഞ്ഞത് ഞാൻ മത്സരത്തിൽ പരാജയപ്പെട്ടു പോയത് ഞാൻ ഇപ്പൊ കയറിയുള്ളൂ, അതുകൊണ്ടാണ്. ഒരുപക്ഷെ എനിക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തകർക്കുമായിരുന്നു എന്നാണ് ശിക്ഷ പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഡയാനക്ക് ശക്തനായ ഒരു എതിരാളിയുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയായി. യെസ്, ഓക്കെ ശിക്ഷ, നോ പ്രോബ്ലം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് പഴഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ സേയിങ്സിനെ നിർത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. അപ്പൊ അത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഉപകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ പ്രകടനം വളരെ മനോഹരമായിരുന്നു എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു സർ. താങ്ക് യു, സർ. സർ. ഓക്കെ ഓക്കെ.